യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകളിൽ ഒരു ധാതുവിഭവ കരാറിൽ ഒപ്പുവെക്കുമെന്നും റഷ്യ-യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ചർച്ചയിൽ ട്രംപും സെലൻസ്കിയും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. റഷ്യയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് വളരെ ഗൗരവം കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യുഎസ് വൈറ്റ് ഹൌസ് സന്ദർശിച്ചത്. ട്രംപും സെലൻസ്കിയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ ഒത്തുതീർപ്പിൽ അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവ പരാജയത്തിലാണ് അവസാനിച്ചത്. യുക്രൈൻ നല്ല സാഹചര്യത്തിലല്ലെന്നും നിങ്ങളുടെ രാജ്യം വളരെ മോശം സാഹചര്യത്തിലാണെന്നും യുക്രൈന് അനുകൂലമായി ഒന്നും കാണുന്നില്ലെന്നും ഇതിനെല്ലാം കാരണം നീയാണ്, അതായത് യുക്രൈനിനെ ഒരു മോശം അവസ്ഥയിലേക്ക് വീഴാൻ അനുവദിച്ചത് സെലൻസ്കി ആണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഈ മോശം സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു നല്ല വശവും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല. കോടിക്കണക്കിന് ജീവിതങ്ങൾ വെച്ചാണോ നിങ്ങൾ കളിക്കുന്നതെന്ന് ട്രംപ് ചോദിക്കുന്നു. നിങ്ങൾ യുക്രൈനിനെ അപമാനിക്കുകയാണ്. അമേരിക്ക നിങ്ങൾക്കായി $350 ബില്യൺ ചെലവഴിച്ചു. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ യുദ്ധം ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമായിരുന്നു, ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസംഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സെലൻസ്കി വൈറ്റ് ഹൌസിലെ ഒപ്പുവയ്ക്കൽ ചടങ്ങും ഉച്ചഭക്ഷണവും ഒഴിവാക്കിയാണ് മടങ്ങിയത്. വൈറ്റ് ഹൌസിലെ സെലൻസ്കി ട്രംപ് വാക്പോര് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സെലൻസ്കിയുമായുള്ള ചൂടേറിയ ചർച്ചയ്ക്കിടെ ട്രംപ് അദ്ദേഹത്തെ അടിക്കാതെ വിട്ടത് നന്നായെന്നാണ് പലരും പറയുന്നത്. വളരെ ക്ഷമയോടെ ട്രംപ് സെലൻസ്കിയെ ഡീൽ ചെയ്തുവെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം. സെലൻസ്കി ഒരു വലിയ നുണയനാണെന്നും 2022 കീവ് ഒറ്റയ്ക്കാണെന്ന് വൈറ്റ് ഹൌസിനോട് പറഞ്ഞതാണ് സെലൻസ്കി പറഞ്ഞ ഏറ്റവും വലിയ നുണയാണെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു. ഈ സാഹചര്യത്തിൽ സംഘർഷത്തിനിടയിലും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യുക്രൈനിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജസ്റ്റിൻ ട്രൂഡോ തന്റെ എക്സ് പേജിൽ എഴുതിയത് ഇങ്ങനെയാണ്: റഷ്യ നിയമവിരുദ്ധമായും അന്യായമായും യുക്രൈനെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. 3 വർഷമായി യുക്രൈൻ ധീരമായി പോരാടുകയാണ്. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള അവരുടെ പോരാട്ടം നമുക്കെല്ലാവർക്കും പ്രധാനമാണ്. നീതിയും ശാശ്വതവുമായ സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് കാനഡ എപ്പോഴും യുക്രൈനിനും യുക്രൈനിയൻ ജനതയ്ക്കും ഒപ്പം നിൽക്കും, അദ്ദേഹം പറഞ്ഞു.